ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിലും പരിപാലകനെ, സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയും മഹാപ്രഭുവേ. വാത്സല്യത്തോടെന്നെ ചേർത്തവനെ, മാറാത്ത സ്നേഹം പകർന്നവനെ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ആദിയുമന്തവുമായവനെ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ, വഴിയും സത്യവുമായവനെ, ഏകരക്ഷാമാർഗമായവനെ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വാസ്തവമായി ദൈവമക്കളെ സംബന്ധിച്ചോളം, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ദൈവമക്കളെ സംബന്ധിച്ചോളം എല്ലായിടത്തും ജയാളികളായി തീരാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഫലം കായ്ക്കുന്നത്, അവർ നിലനിൽക്കാൻ കഴിയുന്നത്. ഈ അധ്യായം നാം പഠിക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം നാം പഠിക്കുമ്പോൾ, മുന്തിരിവള്ളിയും കൊമ്പുകളും ഇതാണ് ഈ ഭാഗത്തെ പ്രധാന വിഷയം. കർത്താവ് പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, ഞാനാണ് മുന്തിരിവള്ളി. ഇങ്ങനെ നമ്മൾ നിലത്തൂന്ന് നട്ട് ഇങ്ങനെ മുന്തിരിവള്ളി പ്രധാന ശാഖ, അതാണ് യേശു കർത്താവ്. എന്നിട്ട് പറയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്. എൻ്റെ പിതാവാണ് ഈ മുന്തിരിവള്ളി നട്ടിരിക്കുന്നത്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്, ഞാനാണ് മുന്തിരിവള്ളി. എന്നിട്ട് കർത്താവ് പറയും, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും, അതിന് ശിഖരങ്ങളുണ്ട്, കൊമ്പുകളുണ്ട്. എന്നിട്ട് പറയണം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. എന്നിട്ട് പറയാം, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ ഫലം കായ്ക്കണമെന്ന നിലനിൽക്കുന്ന ഫലം നമ്മളിലൂടെ വരണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്. എന്താണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ? വിശുദ്ധ വേദോത്സവം പറയും, സ്നേഹം, സന്തോഷം, സമാധാനം, വിശ്വസ്തത, സൗമ്യത, ക്ഷമ, പരോപകാരം, ഇന്ദ്രിയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് ഫലങ്ങൾ. ആ ഫലം ഉള്ളവരായി മാറും. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് എങ്ങനെയാണ് ആ ഫലം ഉണ്ടാകുന്നത്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തമാണ്. നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിത്തീരുന്നു. അപ്പോഴാണ് കൂടുതൽ ഫലം കായ്ക്കാൻ കഴിയുന്നത്. കർത്താവിൻ്റെ വചനം കേട്ട് നമ്മൾ ശുദ്ധിയുള്ളവരായി, നാം സ്നേഹിക്കുന്നവരായി, ക്ഷമിക്കുന്നവരായി, സഹിക്കുന്നവരായി തീരുകയാണ്. എന്നിട്ട് പറയാണ്, എന്നിൽ വസിപ്പീൻ. യേശു ക്രിസ്തു പറയാം, എന്നിൽ വസിപ്പീൻ. എന്നിട്ട് പറയാം, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന്, ഈ നമ്മൾ ഈ കൊമ്പെന്ന് പറയുന്നത് നേരെ പോകുന്ന വള്ളിയാണെങ്കിൽ അതിൻ്റെ കൊമ്പുകൾ, ആ കൊമ്പിന് എന്തിൽ വസിക്കണം? മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ എങ്ങനെ സഹിക്കത്തില്ല. സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ യേശു കർത്താവ് പറയും, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾ കഴിയത്തില്ല. ഈ വചനത്തിൽ നിലനിൽക്കുക.
ദൈവവചനമനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ഫലം കായ്ക്കാൻ കഴിയുന്നത്, അല്ലാത്തവർക്ക് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളാണ്. ഞാനാണ് പ്രധാന വള്ളി. മുന്തിരി മണ്ണിൽ നിന്ന് വളം ശേഖരിച്ച് അല്ലെങ്കിൽ ഇത് ശേഖരിച്ചു കൊണ്ടുവരുന്ന വളർച്ചയ്ക്ക് സഹായമായ എല്ലാ കാര്യങ്ങളും ഈ വള്ളിയിലാണുള്ളത്. അതിൽ നിന്നാണ് കൊമ്പുകൾ പിന്നെ പോകുന്നത്. യേശു കർത്താവിനോട് ചേർന്ന് വസിച്ചില്ലെങ്കിൽ, ക്രിസ്തുവിൽ വേരൂന്നി വളർന്ന് ബലം കായ്ച്ചില്ലെങ്കിൽ അത് പ്രയോജനമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പറയാം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നിട്ട് പറയാണ്, ഒരുത്തനെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നിൽ വസിച്ചിട്ട് ഞാൻ അവനില്ല, ഈ വചനത്തിൽ വസിക്കുന്നുവെങ്കിൽ, ഈ വചനം അനുസരിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും? അവൻ വളരെ ഫലം കായ്ക്കും. അവനിൽ നിന്ന് സ്നേഹം വരും, സന്തോഷം വരും, സമാധാനം വരും, ദീർഘക്ഷമ വരും, പരോപകാരം വരും, വിശ്വസ്തത വരും, സൗമ്യത വരും, ഇന്ദ്രിയജയം വരും. ഈ വക നല്ല ബലങ്ങൾ, പരിശുദ്ധാത്മാവിലുള്ള ദൈവമൊക്കെ ഉണ്ടായിരിക്കേണ്ട ബലങ്ങൾ പുറത്തു വരും. അത് ആരിൽ വസിച്ചെങ്കിലേ വരത്തുള്ളൂ? യേശുവിൽ. യേശുവിൽ കൂടെ മാത്രമേ, ദൈവവചനത്തിലൂടെ മാത്രമേ നമുക്ക് ബലം കായ്ക്കാൻ കഴിയത്തുള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയണേ, എന്നിലും ഞാൻ അവനിലും, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നിട്ട് പറയണേ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യേശു കർത്താവില്ലെങ്കിൽ നമുക്കൊന്ന് ഓർത്തു നോക്കിയാൽ മതി, വള്ളി കട്ട് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ശിഖരം കൂടെ കരിഞ്ഞു പോകും. വള്ളിയിൽ നിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. യേശു കർത്താവുമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ നിലനിർത്തുന്നത്, നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്. നമ്മൾ അത് അപ്പോസ്തലന്മാരൊക്കെ അവരെ സാധാരണ മനുഷ്യൻ പഠിപ്പില്ലാത്തവരായിരുന്നു. പക്ഷെ അവരുടെ കയ്യിലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇതൊക്കെ കണ്ട് ജനം ഭ്രമിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയാം, അവർ യേശുവിൻ്റെ കൂടെയുള്ളവരായിരുന്നു. നമുക്കൊന്ന് യേശുവിനോട് പറ്റിച്ചേർന്ന് വളരാം, യേശുവിൽ നിന്ന് ഫലം കായ്ക്കുന്നവരായി തീരാം, അനേകർക്ക് ഈ ഫലം കൊടുക്കാം. നമുക്കൊരു നാമധേയമായി ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അറിയും, ഞാനൊരു സഭയിൽ പോകുന്നു എന്ന് പറഞ്ഞ് ജീവിക്കാതെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ബലം നമ്മളിൽ നിന്ന് പുറത്തു വരട്ടെ, ക്ഷമിക്കുന്ന ഫലം പുറത്തു വരട്ടെ. നമ്മൾ കണ്ടില്ല ചില മരങ്ങളൊക്കെ വെട്ടിക്കളയുന്നത് ഫലം കായ്ക്കാത്ത. പക്ഷേ നമ്മളെ കൂടുതൽ ശക്തി വെടിപ്പാക്കുക. വചനം കേൾക്കുമ്പോൾ നിലനിൽക്കുന്ന വചനം ഫലം നമ്മളിൽ ഉളവാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാം, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. എന്നിട്ട് പറയാം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിലും അപേക്ഷിക്കണം. എന്നിട്ട് പറയാം, അത് നിങ്ങൾക്ക് കിട്ടും. വാസ്തവമായിട്ട് നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഫലം കായ്ച്ചാൽ മതി, ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാവും. നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാലാണ് പിതാവ് മഹത്വപ്പെടുന്നത്. എന്താ ഫലം? എന്തു ഫലമാണ് നമ്മളിൽ നിന്ന് കായ്ക്കേണ്ടത്? കോപത്തിൻ്റെ ഫലമാണോ? കയ്പിൻ്റെ ഫലമാണോ? അല്ല, സ്നേഹത്തിൻ്റെ, പരിശുദ്ധാത്മാവിലുള്ള ഫലങ്ങൾ. സ്നേഹവും സന്തോഷവും ദീർഘക്ഷമയും പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയം, ഈ വക ഫലങ്ങൾ നമ്മൾ ഇന്ന് കായ്ക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. പിതാവിന് നമ്മൾ മഹത്വം കരയറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാം, എന്നിൽ വസിക്കാത്തവൻ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക തീയിലിടുന്നു, വെന്തുപോകും. വസിക്കാത്ത ആൾ. എന്നാൽ വസിക്കുന്ന ആളാണെങ്കിലോ അവൻ വളരെ ഫലം കായ്ക്കും. ആ ഫലം കായ്ക്കുന്നത് കൊണ്ട് പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. എങ്ങനെയാ? പ്രസംഗരാകുകയല്ല, നമ്മൾ ബലം കായ്ക്കുന്നവരായി തീരുമ്പോൾ. ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് നല്ല ബലങ്ങൾ ഉളവാകാൻ എന്നെ സഹായിക്കണം. ബലം ഉളവാകാൻ ഒറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ, യേശുവിനോട് ചേർന്ന് വസിക്കും. യേശുവിനെ പിരിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ ഞങ്ങൾക്കും കർത്താവെ, കർത്താവിനോട് ചേർന്ന് വസിക്കാതെ ഫലം കായ്ക്കാൻ കഴിയത്തില്ലല്ലോ. കർത്താവിനോട് ചേർന്ന് വസിക്കാനും ഫലം കായ്ക്കാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിൽ യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിവുള്ള മഹാപ്രഭുവേ,
വാത്സല്യത്തോടെന്നെ ചേർത്തവനെ, മാറാത്ത സ്നേഹം പകർന്നവനെ, ഹല്ലേലൂയാ സ്തുതി പാടിടും ഞാൻ. വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ.